2008 ബെയ്ജിംഗ് ഒളിമ്പിക്സ്, 2021 കോപ്പ അമേരിക്ക, 2022 കോൺമേബോൾ യുവേഫ കോണ്ടിനെന്റൽ കപ്പ്, 2022 ഫിഫ ലോകകപ്പ് എന്നീ ഫൈനലുകളിൽ അർജന്റീനയ്ക്ക് വേണ്ടി ഗോൾ നേടിയ സൂപ്പർ വിങ്ങർ ഏഞ്ചൽ ഡി മെരിയ ഇനി രാജ്യാന്തര ഫുട്ബോൾ വേദിയിലില്ല. 2024 കോപ്പ അമേരിക്ക ഫൈനലിലായിരുന്നു ഏഞ്ചൽ ഡി മരിയയുടെ അവസാന രാജ്യാന്തര മത്സരം. 2024 കോപ്പ അമേരിക്ക കിരീടം സ്വന്തമാക്കി രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് രാജകീയമായി വിരമിക്കാൻ ഏഞ്ചൽ ഡി മരിയയ്ക്ക് സാധിച്ചു എന്നതും ശ്രദ്ധേയം. അതേസമയം 2024 കോപ്പ അമേരിക്ക ട്രോഫി നേടിയപ്പോൾ കപ്പ് ഏറ്റുവാങ്ങാൻ അർജന്റീൻ ക്യാപ്റ്റൻ ലയണൽ മെസ്സി, ഏഞ്ചൽ ഡി മരിയ, നിക്കോളാസ് ഓട്ടോമാൻഡി എന്നിവരെയും വിളിച്ചു എന്നതും ശ്രദ്ധേയമാണ്. ഏഞ്ചൽ ഡി മരിയയെ പോലെ നിക്കോളാസ് ഓട്ടോമാൻഡിന്റെയും അവസാന കോപ്പ മത്സരമായിരുന്നു കൊളംബിയയ്ക്ക് എതിരായ ഫൈനൽ. 2024 പാരീസ് ഒളിമ്പിക്സിനുള്ള അർജന്റൈൻ ടീമിൽ ഓട്ടോമാൻഡി ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിലും രാജ്യാന്തര ഫുട്ബോളിൽ ഓട്ടോമാൻഡി ഇനി അധിക നാൾ കളത്തിൽ ഉണ്ടാകില്ല എന്നതാണ് സൂചന. അർജന്റീനയ്ക്ക് വേണ്ടിയുള്ള അവസാന മത്സരമായിരിക്കും കോപ്പ അമേരിക്ക ഫൈനൽ എന്ന് ഏഞ്ചൽ ഡി മരിയ നേരത്തെ പ്രഖ്യാപിച്ചതാണ്. ഫൈനലുകളിൽ ഗോൾ നേടുക എന്നത് ഏഞ്ചൽ ഡി മരിയയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായി കണക്കാക്കപ്പെടുന്ന ഒന്നാണ്. കാരണം 2008 ബെയ്ജിംഗ് ഒളിമ്പിക്സിൽ അർജന്റീനയ്ക്ക് വേണ്ടി ഡി മരിയ ഗോൾ നേടിയിരുന്നു. 2021 കോപ്പ അമേരിക്ക ഫൈനലിൽ ബ്രസീലിനെ 1-0 അർജന്റീന തോൽപ്പിച്ചപ്പോൾ ഗോൾ പിറന്നത് ഡി മരിയയുടെ ബൂട്ടിൽ നിന്നായിരുന്നു. അതുപോലെ 2022 ഫിഫ ലോകകപ്പ് ഫൈനലുകളിലും ഏഞ്ചൽ ഡി മരിയ ഗോൾ സ്വന്തമാക്കി. 2024 കോപ്പ അമേരിക്ക ഫൈനലിലും ഏഞ്ചൽ ഡി മരിയ ഗോൾ നേടുമെന്നായിരുന്നു ലയണൽ മെസ്സി പ്രതീക്ഷിച്ചത്. ഗോളിക്ക് അടുത്തുവരെ എത്തിയെങ്കിലും വലകുലുക്കാൻ ഏഞ്ചൽ ഡി മരിയയ്ക്ക് സാധിച്ചില്ല. 2008 മുതലാണ് ഏഞ്ചൽ ഡി മരിയ അർജന്റൈൻ ജേഴ്സി അണിയാൻ തുടങ്ങിയത്. അർജന്റീനയ്ക്ക് വേണ്ടി 145 മത്സരങ്ങളിൽ 31 ഗോളും 32 അസിസ്റ്റും നടത്തി. ക്ലബ് തലത്തിൽ റൊസാരിയോ സെൻട്രലിന് വേണ്ടി കളിച്ചാണ് ഡി മരിയ പ്രൊഫഷണൽ ഫുട്ബോളിലേക്ക് എത്തിയത്. തുടർന്ന് ബെൻഫിക്ക SL, റയൽ മാഡ്രിഡ്, PSG, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് FC തുടങ്ങിയ ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചു. ക്ലബ് തലത്തിൽ ആകെ 767 മത്സരങ്ങളിൽ 179 ഗോളും 267 അസിസ്റ്റും നടത്തി. കോപ്പ അമേരിക്ക ഫൈനലിൽ 1-0 കൊളംബിയയെ കീഴടക്കിയാണ് അർജന്റീന കിരീടം സ്വന്തമാക്കിയത്. നിശ്ചിത സമയത്ത് ഗോൾ രഹിത സമനിലയായിരുന്നു. തുടർന്ന് അധിക സമയത്തേക്ക് നീണ്ടപ്പോൾ ലൗതാരെ മാർട്ടിനസ് അർജന്റീനയ്ക്ക് വേണ്ടി വിജയ ഗോൾ സ്വന്തമാക്കി. 112-ാം മിനിറ്റിലായിരുന്നു ലൗതാര മാർട്ടിനസിന്റെ ഗോൾ. തുടർച്ചയായി 28 മത്സരങ്ങളിൽ തോൽവി അറിയാതെയായിരുന്നു കൊളംബിയ കോപ്പ അമേരിക്ക ഫൈനൽ വരെ എത്തിയത് എന്നതും ശ്രദ്ധേയമാണ്. കൊളംബിയയുടെ അപരാജിത കുതിപ്പിന് വിരാമമിട്ടാണ് അർജന്റീന 2024 കോപ്പ ചാമ്പ്യന്മാരായത്. കോപ്പയിൽ 16-ാം തവണയാണ് അർജന്റീന കപ്പുയർത്തുന്നത്. 15 തവണ കിരീടം സ്വന്തമാക്കിയ ഉറുഗ്വേയുടെ റെക്കോർഡും ഇതോടെ അർജന്റീന തിരുത്തി. മാത്രമല്ല, അർജന്റീനയുടെ തുടർച്ചയായ 4ാം രാജ്യാന്തര ട്രോഫിയാണ് ഇത്.